കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചേച്ചിക്ക് എന്നെ പോത്തും കൂടി കിട്ടിയല്ലോ. ആ ആടുകളും കൂടി നോക്കണ്ടായിരുന്നു. ഞാനൊരു കാര്യം വിചാരിച്ച അതിനെ നടത്തിയെടുക്കാനും എനിക്കറിയാം. തൽക്കാലം എനിക്ക് ഇതിനെ മതി. ആടുകളൊക്കെ മെമ്പർ അവളുടെ ഇഷ്ടക്കാർക്ക് കൊടുത്തോട്ടെ. അല്ല വണ്ടി സ്ഥലം ഉണ്ടായിരുന്നു. മോളെ ഞാൻ ചായ എടുത്തു കൊടുക്ക്. നീ ഒന്നും ആലോചിക്കണ്ട. ആദ്യമായിട്ട് എന്റെ മോളെ ഒരാള് പെണ്ണ് കാണാൻ വരുന്നത്. അപ്പോഴാണ് വരും. നീ ഇന്ന് വന്നേ. ഇതൊക്കെ അമ്മ വന്നിട്ട് പോരെ? പോരാ. കുഞ്ഞുമോള് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. അതുവരെ കാക്കണോ? എന്നാ പിന്നെ അച്ഛൻ കൊണ്ടുപോയി കൊടുക്കും. ഞാനോ? അവരെ എന്നെയല്ല നിന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നേ. അതുകൊണ്ട് എന്റെ മോള് ഇത് കൊണ്ടുപോയി അവർക്ക് കൊടുക്ക്. ചെല്ല്, അവരവിടെ കാത്തിരിക്കല്ലേ. ആ അങ്ങനെയെങ്കിൽ അവരുടെ അണ്ണാക്കൊന്ന് നഞ്ഞോട്ട്. ഏത് നേരത്താണാവും അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ചായ. ഓ കുടിക്ക്. ചൂട്. നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലെങ്കിൽ സജീവന്റെ പെങ്ങളെയും അളിയനും കൂട്ടിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരാം. ഓ ആയിക്കോട്ടെ. ബിജിമോൾ എന്തോന്നും മിണ്ടാത്ത? അമ്മയോടും കൂടി ചോദിക്കാതെ എന്ത് തീരുമാനം പറയാന്? അമ്മയും കൂടെ ഒന്ന് വന്നോട്ടെ. ആ കുഞ്ഞുമോള് പഞ്ചായത്ത് വരെ ഒന്ന് പോയേക്കുവാ. ഇപ്പൊ വരുമായിരിക്കും. ഓ അല്ല മോളെ? വരട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ധൃതിയൊന്നുമില്ല. കുഞ്ഞുമോള് അത് ശരി. ആ അതിനെ ഇറക്ക്. എനിക്കൊരു കാര്യം. എന്താ പൂട്ട് ഇതായിട്ട്? നോക്കി നിൽക്കാതൊന്ന് സഹായിക്കും മനുഷ്യ. ആ നമുക്കത് അങ്ങോട്ട് എന്നാലും. എന്നാ ശരി ചേച്ചി. പിടിച്ചോ. എന്തോന്ന് അതിനങ്ങോട്ട് കൊണ്ടുപോയി കെട്ടിയേക്ക്. ഇതൊരു ചാൻസ്. നല്ല ആക്റ്റീവ്. ഇതെന്തുവാ? നല്ല ആക്റ്റീവ്. നന്നായിട്ട് ഓടി. പറമ്പൊക്കെ നിങ്ങളുടെയാണ് എന്നമ്മേ. ആ കയറങ്ങോട്ട് കൊടുത്തോളൂ. അങ്ങോട്ട് പാവം ഓടി തളർന്നു കാണും. ഇല്ല കുഴപ്പമില്ല. ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ. നിങ്ങൾ ഇതിനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ നോക്ക്. വല്ല കഴിക്കാനും കൊടുക്കണേ. വേണ്ട, ഞങ്ങൾ പാവം വിശക്കുന്നുണ്ടാവും. പോത്തിനായിരുന്നു. അല്ല നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കല്യാണാലോചനയായിട്ട് വന്നതാ. ആർക്ക്? എനിക്കല്ല, നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ ഇതിനെ കെട്ടിയിട്ട് വരാം. ഇതെന്റെ കൂട്ടുകാരനാ. ഇവന് വേണ്ടിയാ. എന്താ പേര്? സജീവൻ. എവിടെയാ ജോലി? കണ്ടക്ടറാ, KSRTC-ലാ. ആ ഇക്കാലത്ത് സർക്കാർ ജോലി എന്നൊക്കെ പറയാനേ പറ്റൂ. ശരി, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അതും തൊലഞ്ഞ് നടക്ക്. ദാസവൻ തീരുമാനം പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? അവിടെ പോയി അവരുടെ ഡിമാൻഡ് എല്ലാം അംഗീകരിച്ചിട്ട് വന്നേക്കുമല്ലേ. ദത്ത് നിൽക്കാനായി സംഗതി ശരിയാണ്. രണ്ടുപേർക്ക് കല്യാണം കഴിച്ച് സൗകര്യമായിട്ട് നിൽക്കാനുള്ള ഇടയൊന്നും ഈ വീട്ടിലില്ലായിരിക്കും. എന്ന് വെച്ചാൽ ഭാര്യ വീട്ടിൽ പോയി ദത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ വേറെ താമസിക്കാനാണെങ്കിൽ ഒരു വീടെടുത്ത് മാറണം. അതല്ല അന്തസ്. ഈ ബന്ധം ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, പക്ഷെ ശരിയാവായിക്കൊന്നില്ല. സജീവേട്ടൻ ആ കുട്ടി അത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും. ഒന്ന് സമ്മതിക്ക് ദാസേട്ടാ. ഞാൻ ആ വീട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചു. നാട്ടുകാർക്കൊന്നും അത്ര നല്ല അഭിപ്രായം അല്ല. പിന്നെ ഈ പറഞ്ഞ ബിജിമോള് പെണ്ണ് നല്ല പെണ്ണ് തന്നെയാ. പിന്നെ ആ തള്ളയുടെ ദത്ത് നിൽക്കണം എന്നുള്ള പിടിവാശി കൊണ്ട് അതിന്റെ കല്യാണം ഇത്രയും വൈകിയത്. സജീവ, ജീവിതം എന്ന് പറഞ്ഞാലേ ഒരു ടാർട്ട റോഡ് പോലെയാ. അത് ചെയ്യേണ്ട പോലെ ചെയ്തില്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ പൊളിഞ്ഞു പോകും. മനസ്സിലായോ നിനക്ക്? ഏട്ടൻ ഈ റോഡ് പണിയുടെ കാര്യം പറയാ, ചേട്ടന്റെ കല്യാണ കാര്യം പറയാൻ നോക്ക്. എടി അത് തന്നെ ഈ പറഞ്ഞു വരുന്നത്.
വേണ്ട വിധത്തിൽ ആലോചിച്ച് കൃത്യമായിട്ട് കല്യാണം കഴിച്ചില്ലെങ്കിലേ പഞ്ചായത്ത് റോഡ് പോലെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പൊളിയൂന്ന്. ഓ വീണ്ടും റോഡ് പണി. നമുക്ക് ആ പെൺകുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാ പോരെ. സജീവേട്ടൻ ചിലപ്പോ ഇതായിരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടാവാ. ഞാൻ അന്വേഷിച്ചപ്പോ അറിഞ്ഞ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. സജീവ, നീ കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ദത്തെടുക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് ഈ പ്രശ്നം. ദാസേട്ടാ, അവര് വേറെ രീതിയിലാണ് ചിന്തിക്കുന്നെങ്കിലോ, എന്നൊരു മോനെ പോലെയാണ് അവർ കാണണമെങ്കിലോ. നീ എന്തായാലും അവളെ കിട്ടുവോളെന്ന് ഉറപ്പിച്ച്. പിന്നെ എന്തിനാണ് ഈ ആലോചനയൊക്കെ? ഞങ്ങളെന്തായാലും കട്ടയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവ അല്ലെങ്കിലും ദത്തണ്ടല്ലേ ഇവിടെ. ദേ, ദാസ, ഇനി ഒരു മാറ്റമില്ല. ഓക്കേന്. അപ്പൊ 3 ഗ്ലാസ് വെള്ളം എടുത്തോ. ഓക്കെ അല്ലേ? ഓക്കെ. അവന്റെ ഒരു ഇളി. മക്കളെ, സജി മാമിന്റെ ഫോൺ കൊടുത്തേ. ആ പോണ്ടേ. മാമ വേറെ ഫോൺ വാങ്ങിച്ചേരാട്ടാ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. ഒരു 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി. അത് പിന്നെ പ്രത്യേകം പറയണോ? അല്ല, എപ്പോ വേണമെങ്കിലും പോവാലോ. ശരി എന്നാ. ശരി ഏട്ടാ. നടക്ക് നടക്ക്. മാമ വരാട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. പോടാ. പെങ്ങളെയും കുട്ടികളെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ബാ. ബിജിമോൾക്ക് സ്വർണ്ണമൊന്നും അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഈ സ്വർണ്ണമായിട്ട് നാട്ടുകാരെ കാണിച്ചു നടക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ല സജീവേട്ട. പിന്നെ സ്വർണം വേണം, അത് നമുക്കൊരു സമ്പാദ്യല്ലേ. അതെ അതെ. പിന്നെ ഇതൊന്നും എന്റെ അടുത്ത് പണയം വെക്കാൻ ചോദിക്കരുത് കേട്ടോ. അച്ഛൻ ചോദിച്ചപ്പോലും ഞാൻ കൊടുക്കൂല. ഓ, മാറ്റം അറിയുന്ന അമ്മ പറയുന്നത്. അതും ശരിയാണ്. നമ്മളെ കണ്ടുമുട്ടി അന്ന് മുതൽ വഴക്കായിരുന്നല്ലേ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ. പക്ഷെ പിന്നെ എപ്പോഴാ സജീവേട്ടൻ എന്റെ അടുത്ത് ഇഷ്ടം തോന്നിയത്? എനിക്ക് തന്നോട് എപ്പോഴും കിട്ടാലും ഇഷ്ടം കൂടി കൂടിയാ വന്നോണ്ടിരുന്നത്. ഇതൊന്ന് പൂവൊക്കെ സജീവേട്ടൻ റൊമാൻറ്റിക് ആണല്ലോ. ഇടയ്ക്ക് വല്ലപ്പോഴും ബിജിമോൾ അങ്ങനെ ചിരിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, സത്യം പറഞ്ഞാലേ സജീവേട്ടൻ എന്നെ കല്യാണം ആലോചിച്ച് വന്നപ്പോ എനിക്ക് അത്ഭുത തോന്നിയത്. എന്റെ മനസ്സിലൊന്നും നിൽക്കൂല സജീവേട്ട. എന്റെ മനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഷ്ടമല്ലാതെ വന്നു കഴിഞ്ഞാലേ ഞാനത് അപ്പൊ തന്നെ പറയും. അല്ലല്ലേ? സജീവേട്ടൻ എന്റെ അടുത്ത് എല്ലാം പറയണം കേട്ടോ. ഒന്ന് മറച്ചു വെക്കല്ലേ. പറയോ? സത്യം പറയാം. അതെന്താ? അതച്ഛൻ. അച്ഛനാ? അതെന്താ? അതൊന്നുമില്ല, വെറുതെ വെള്ളം വെക്കുന്നത്. അങ്ങനെയല്ല. നോക്കിട്ട് എവിടെ പോകുന്നു? ഒന്ന് നോക്കിട്ട് വരാം. അതെവിടെ എല്ലാരും 9 മണിയാകുമ്പോ കിടന്നുറങ്ങും. മര്യാദയ്ക്ക് ഇരിക്കാം. അവര് കിടന്നിട്ടില്ലോ, ഞാൻ നോക്കിട്ട് വരാം. നീ സജീവേട്ടൻ കിടക്കല്ലേ? ഞാൻ ഉറങ്ങൂട്ടോ. ഞാൻ നോക്കിട്ട് വരാം. എത്ര എണ്ണം കേറ്റി? ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ ഈ അടുത്തുള്ള അലവലാദികളുടെ കൂടെ കൂടരുതെന്ന്. എങ്കിൽ നീതാടി എനിക്കൊരു കമ്പനി. താനാ സെബാസ്റ്റിന്റെ കയ്യിൽ കാശും കൊടുത്തു വിട്ട് തനിക്ക് വേണ്ടി എന്റെ കയ്യിൽ നിന്ന് കുപ്പി മേടിക്കുന്ന കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അതെന്റെ കുപ്പിയാടി. പട്ടാളത്തിൽ വെടിയുണ്ടക്ക് മുന്നിൽ നെഞ്ചും വിരിച്ച് നിന്നതിന് കിട്ടിയതാടി അത്. അതിപ്പോ നിന്റെ കയ്യിൽ നിന്ന് കാശും കൊടുത്ത് വാങ്ങേണ്ട ഗതികേടായി എനിക്ക്. നിങ്ങൾക്ക് ഇത് അച്ഛൻ ഇടയ്ക്കുള്ളതാ മോനെ. മോൻ പോയി കിടന്നോ? കെട്ടിറങ്ങട്ടെ, ഞാൻ വെച്ചിട്ടുണ്ട്. നീ ഒലത്തും. അച്ഛൻ ഈ തണുപ്പത്തെടുക്കാൻ പോയണോ? ഞാൻ പുതപ്പെടുക്കട്ടെ? വേണ്ടട മോനെ, അങ്ങ് കാശ്മീരിൽ കൊടും തണുപ്പത്ത് ഒന്നുമില്ലാതെ കിടന്നിട്ടുണ്ട് ഈ ഗോപി. അപ്പോഴേ ഈ തണുപ്പ് ഒരു ഫുള്ള് മുഴുവൻ കഴിച്ചാലും ഈ ഗോപി ഏത് എവറസ്റ്റും കയറും. ഇടയ്ക്കൊക്കെ അവളോട് ഇതൊക്കെ പറയണമെങ്കിലേ ഇങ്ങനെയൊക്കെ വേണം. മോൻ പോയി കിടന്നു. ശരി. ഉറങ്ങിയ ആ
അയ്യോ ദൈവമേ അമ്മേ. ആരാ സജീവേട്ട രാത്രി മെസ്സേജ് അയക്കുന്നത്? ഏ? ആ, അതൊരു ഫ്രണ്ടാ. നീ ഉറങ്ങിയില്ലല്ലേ? ഞാൻ ഉറങ്ങി. എനിക്കിങ്ങനെ ഉറക്കം വരുന്നില്ല, വീട് മാറി കിടന്നിട്ടാ തോന്നുന്നു. ഗുഡ് നൈറ്റ്.